ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് മീഡിയൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് അരിത്തമെറ്റിക് മീൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് ഇൻ 3 മെത്തേഡ്സ് എടുത്തിരുന്നു. അരിത്തമെറ്റിക് മീൻ കാണാൻ മാത്രമേ കൂടുതൽ മെത്തേഡ് ഉള്ളൂ. ബാക്കിയുള്ള മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി കാണാൻ ഒരു മെത്തഡൊക്കെ ഉള്ളൂ. അതുകൊണ്ട് കാണാനായിട്ട് എളുപ്പമാണ്. ഇപ്പം ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ 2 വാല്യൂ ആയിട്ട് തരുന്ന സീരീസാണ് ഡിസ്ക്രീറ്റ് സീരീസ്. ഇപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് മീഡിയൻ ഡിസ്ക്രീറ്റ് സീരീസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. In discrete series, median is equal to size of n plus 1 divided by 2th item. അതായത് ആദ്യത്തെ അതേ ഇക്വേഷൻ തന്നെയാണ്. ക്യാപിറ്റൽ എന്ന സ്മോൾ എന്ന ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ചെയ്തു വരുമ്പോൾ എന്നിൻ തമ്മിൽ ഡിഫറൻസ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും n എങ്ങനെ വരും എന്നുള്ള ഡിഫറൻസ് പറഞ്ഞു തരാം. അപ്പോൾ ഇതിന് 3 സ്റ്റെപ്പുണ്ട്. ഒന്ന്, ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ 3 സ്റ്റെപ്പുണ്ട്. ഒന്ന്, അറേഞ്ച് ഡേറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഡേറ്റയെ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഡേറ്റയെ അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ദ ഡേറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അറേഞ്ച് ദ ഡേറ്റ ഇൻ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ. അറേഞ്ച് ദ ഡേറ്റ ഇൻ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഡേറ്റയെ അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ഡേറ്റ ഇൻ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഡേറ്റയെ അറേഞ്ച് ചെയ്യുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഫൈൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണെന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. പ്രോബ്ലം ചെയ്യുന്ന കൂട്ടത്തിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞുതരാം. ഫൈൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. Then third, find size of n plus 1th item. ഈ സൈസ് ഓഫ് n പ്ലസ് ഇക്വേഷനിൽ കാണുന്ന പോലെ n plus 1 divided by 2th item കണ്ടുപിടിക്കുക. അത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇറ്റ് ക്യാൻ ബി ഇല്ലസ്ട്രേറ്റഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടെ നമുക്കൊന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. ദ ഫസ്റ്റ് ഈസ് ഗിവൺ മാർക്സ്. സെക്കൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. സെക്കൻഡ് കോളത്തിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ എണ്ണം തന്നിരിക്കുന്നു. ഇനി മാർക്സ് 5, 15, 25, 35, 45, 55 സപ്പോസ് മാർക്സ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 10, 22, 40, 15, 10, 3. ടോട്ടൽ 100 സ്റ്റുഡൻസ് ഉണ്ടെന്ന് സപ്പോസ് ചെയ്യാം. സോ ഹിയർ ദി 100 സ്റ്റുഡൻസ്, ദാറ്റ് ഈസ് ദ n. ക്യാപിറ്റൽ N ഹിയർ ടോട്ടൽ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് ഇവിടെ n എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ എക്സാമ്പിളിനുള്ളിൽ 100 ആണ്. അപ്പോൾ സൈസ് ഓഫ് n plus 1th item കാണാൻ സൈസ് ഓഫ് n plus 1th item ഡിവൈഡഡ് ബൈ 2 ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സൈസ് ഓഫ് n plus 1th item ഈസ് ഈക്വൽ ടു 100 plus 1 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 50.5. ഇതാണ് സൈസ് ഓഫ് n plus 1th item. ഇനി നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി
ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഈ ഫ്രീക്വൻസിയോട് കൂടി ഓരോന്നും കൂട്ടിയെടുക്കുന്നതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ആദ്യത്തെ ഫ്രീക്വൻസിയോട് കൂടി അതിൻ്റെ തൊട്ടടുത്ത ഫ്രീക്വൻസി കൂട്ടിയെടുക്കുന്നതാണ്. അതായത് ഫസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണത്തിനെയാണ് നമ്മളിവിടെ ഫ്രീക്വൻസി ആയിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഫ്രീക്വൻസി 10 അതായത് 5 മാർക്ക് കിട്ടിയ സ്റ്റുഡൻസ് 10 പേര്. ഇനി രണ്ടാമത് ഈ 10നോട് 22 കൂട്ടുക. ഇപ്പോൾ എത്ര 32, 72, 87, 97, 100. ആ ടോട്ടൽ ഇവിടെ വരും. അതായത് 10നോടുകൂടി 10 ആദ്യം 10നോട് 22 കൂട്ടുമ്പോൾ 33 വരും. 33നോട് 40 കൂട്ടുമ്പോൾ 72 വരും. 72നോട് കൂടി 15 കൂട്ടുമ്പോൾ 87 വരും. ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 50.5 ആണ് ഇവിടെ നമുക്ക് സൈസ് ഓഫ് n+1 ഐറ്റം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണോ ഈ 50.5 എന്നുള്ള സൈസ് ഓഫ് n+1 ഐറ്റം ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണോ അടങ്ങുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത്, 72 എന്നുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് ഇത് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത് അതിന് നേരെ കിടക്കുന്ന വാല്യൂ ആയിരിക്കും. അതിന് നേരെ കിടക്കുന്ന എക്സ് വാല്യൂ. ഈ മാർക്ക് എന്നുള്ളതിനെ നമുക്ക് എക്സ് എന്നുള്ള വാല്യൂ ആയിട്ട് എടുക്കാം. മാർക്ക് എന്നുള്ളതിന് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നാ. അപ്പോൾ ഇവിടെ 25 അതിന് നേരെ, അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഈ 72വിലാണ് ഈ 50.5 എന്നുള്ള സൈസ് ഓഫ് n+1 ഐറ്റം ഉൾപ്പെടുന്നത്. അതുകൊണ്ട് 25 ആയിരിക്കും ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പം മീഡിയൻ ഈസ് ഈക്വൽ ടു 25 മാർക്സാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലാവാത്തവർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. കാരണം ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സൈസ് ഓഫ് n+1 ഐറ്റം കാണുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫ്രീക്വൻസിയോടെ തൊട്ടടുത്ത ഫ്രീക്വൻസി കൂട്ടിയെടുക്കുന്നതാണ്. സൈസ് ഓഫ് n+1 ഐറ്റം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണോ സൈസ് ഓഫ് n+1 ഐറ്റം ഉൾപ്പെടുന്നത് അതിൻ്റെ നേരെയുള്ള വാല്യൂ ആണ് മീഡിയൻ. നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.